ഹായ് എവ്രിവൺ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം എൻ്റെ അടുത്ത് വരുന്ന പല ആൾക്കാരും ഈ ഒരു പ്രശ്നം പറയാറായിട്ടുണ്ട്. അവർ വല്ലാതെ കരയുന്നു, വല്ലാതെ ദേഷ്യപ്പെടുന്നു, അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല, ചില ദിവസങ്ങളിൽ ശരീരം മൊത്തം വല്ലാതെ വേദനിക്കുന്നു, മനസ്സ് ശരീരം ഇപ്പോൾ ഒരുപോലെ വേദനിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള പല പല കംപ്ലയിൻസ് ആയിട്ടാണ് വരുന്നത്. സോ ഇത് വളരെ കൂടി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇത് പറയുന്നതിൻ്റെ മുന്നേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇമോഷണലി വീക്ക് ആവുന്നത് എന്നാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു റീസൺ, അതായിരിക്കും എല്ലാത്തിനുള്ള കാരണം. അതെന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വീക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. അത് മനസ്സിലാവണമെങ്കിൽ സമാധാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക, എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മളത് ഞാൻ ഇമോഷണലി വീക്കാണ്, എനിക്ക് സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ലൈഫ് തന്നെ വിട്ടുപോകുന്നൊരവസ്ഥയിലോട്ട് വരും. സോ നിങ്ങളെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് റീസൺ എന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇമോഷൻസിൻ്റെ കാരണം പലപ്പോഴും നമ്മളായിരിക്കില്ല, മറ്റുള്ളവരായിരിക്കും. മറ്റുള്ളവർക്ക് വന്ന ഒരു സ്ട്രെസ്സ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് അത് നമ്മുടെ പ്രശ്നമാക്കി മാറ്റുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു മാരീഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഹസ്ബൻഡിനോട് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം റിയാക്ട് ചെയ്യണം. നമ്മൾ വിചാരിച്ചതുപോലെയല്ല മറുപടി, പെട്ടെന്ന് റിയാക്ട് ചെയ്ത് സംസാരിക്കുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളത് ഉള്ളിലേക്ക് എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടത്, എന്നോട് ഈ മറുപടി ആയിരുന്നില്ല വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലിട്ട് ഇതിങ്ങനെ കളിക്കുകയായിരിക്കും. കളിച്ച് എന്ത് സംഭവിക്കും, ഒരു 2 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ മെൻ്റലി ഔട്ടായി, സ്ട്രെസ്ഡായി. ഈ ദേഷ്യം മൊത്തം നമ്മൾ നമ്മുടെ പാരൻസിനോടോ കുട്ടികളോടോ അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോടോ തന്നെ തീർക്കുകയാണ്. അവസാനം അവരത് അപ്പോഴേ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ മൈൻഡിൽ നിന്ന് അത് പോവാണ്ട് ഇത് വലിയൊരു കുടുംബ പ്രശ്നത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇമോഷൻസിൻ്റെ കീ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ റിമോട്ട് എന്നുള്ളത് അത് നമ്മുടെ കയ്യിൽ തന്നെ വേണം. അത് മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ട് പാടില്ല. എന്ന് മുതലാണോ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചു തുടങ്ങുന്നത്, അപ്പം തൊട്ട് ശരിക്കും നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുകയല്ല, അത് അവർക്ക് വേണ്ടി നമ്മൾ ചലിക്കുന്ന ഒരു പാവയാവുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇമോഷൻസിൻ്റെ കീ അല്ലെങ്കിൽ റിമോട്ട് അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. ഇതൊക്കെ ഉള്ളിലേക്ക് എടുക്കാൻ നിന്നാൽ അതിനേ നേരം കാണുള്ളൂ. ഉള്ളിലേക്കെടുത്ത് ചിന്തിച്ച് ഒരുപാട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. നമ്മളെ പറഞ്ഞ ആൾക്കാരൊക്കെ അത് അപ്പോഴേ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് തന്നെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്നത്. സോ ഉള്ളിലേക്ക് മാക്സിമം എടുക്കാതിരിക്കുക. ഉള്ളിലേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. നമ്മളിന്ന് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് ഫൈബ്രോമയാൾജിയ, അതല്ലെങ്കിൽ ശരീരമാസകലുള്ള വേദന എന്നൊക്കെ. ഇത് ഉള്ളിലേക്ക് വന്നാണ് ലാസ്റ്റ് നമുക്ക് കാരണങ്ങളില്ലാത്ത വേദനകളും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങുന്നത്. സോ മാക്സിമം പ്രശ്നങ്ങൾ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇനി സങ്കടം ആയിക്കോട്ടെ, കരയാനായിക്കോട്ടെ, ദേഷ്യപ്പെടാനായിക്കോട്ടെ, നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. എക്സ്പ്രസ് ചെയ്യാണ്ട് ഉള്ളിൽ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് തന്നെ പോകും. പക്ഷെ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞ് വേറൊരാളടുത്ത് ചെന്ന് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതല്ല. അവരോടത് എക്സ്പ്രസ് ചെയ്തിട്ട് അവരവിടെ നിരപരാധികളായിരിക്കും. നിങ്ങൾക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാം. ബാത്റൂമിനകത്ത് കയറിയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പൊട്ടിക്കരയാം. കരയുന്നത് നല്ലതാണ്, നമ്മുടെ ഫീലിങ്സിനൊക്കെ മാറ്റാനായിട്ട് അത് സഹായിക്കും. പക്ഷെ കരഞ്ഞ് ലാസ്റ്റ് ഡിപ്രഷനിലോട്ട് പോകരുത് കേട്ടോ. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കരഞ്ഞാൽ തീരുന്നതാണെങ്കിൽ നമുക്ക് കരയാം. ബാത്റൂമിനകത്ത് കയറിയിട്ട് കരയാം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ ചെന്നിട്ട് ഒന്ന് നമ്മുടെ പില്ലോനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്കത് കരയാം. അല്ലെങ്കിൽ 2 ഇടി ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൂമിൽ ചെയ്യാം, അതാരും കാണുന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാം. എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ തോന്നുന്നതായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ 4 പോയിന്റ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം തന്നെ നിങ്ങൾക്ക് ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.
ഒരു കാരണവും ഇല്ലാണ്ട് ആർക്കൊക്കെയോ വേണ്ടിയാണ് നമ്മൾ ഇമോഷണലി സ്ട്രെസ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊന്ന് നമ്മുടെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകുകയാണെന്ന് വെച്ചോളും. പോകുന്ന വഴി നമ്മുടെ ബൈക്കൊന്ന് വേറൊരു വണ്ടിയായിട്ട് ചെറുതായിട്ട് തട്ടി. ആ തട്ടിയത് കാരണം നമുക്ക് അവരിൽ നിന്ന് നല്ല ചീത്ത കേട്ടു. ആ ദേഷ്യത്തിൽ നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന പാടെ നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ പാരൻസിനോടോ പാർട്ട്ണറോടോ ഈ ദേഷ്യം മൊത്തം നമ്മൾ കാണിക്കുകയാണ്. ഒരു കാരണവും ഇല്ലാണ്ട് അവരെ നമ്മൾ വല്ലാണ്ട് ഷൗട്ട് ചെയ്ത് ദേഷ്യം പിടിച്ച് വേണമെങ്കിൽ രണ്ട് അടിയൊക്കെ കൊടുത്ത് ദേഷ്യം പിടിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതുകൊണ്ട് നമ്മുടെ ദേഷ്യം മാറുന്നുണ്ടോ? അതും ഇല്ല. നമ്മൾ കാരണം ഒരു കാരണവും ഇല്ലാണ്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കൂടി വിഷമിക്കുകയാണ് ചെയ്യുന്നത്. പകരം ശരിയാണ്, നിങ്ങൾക്ക് ദേഷ്യം വന്നു, നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, നിങ്ങളത് അവരോട് നല്ല രീതിയിൽ പെരുമാറിയ ശേഷം ഒന്ന് റൂമിൽ പോയിട്ട് നിങ്ങളൊന്നത് എക്സ്പ്രസ് ചെയ്ത് കളഞ്ഞു നോക്കും. നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ആളോട് നിങ്ങൾക്ക് പറയാം, എൻ്റെ മൈൻഡ് ഇപ്പം അത്ര ഓക്കെ അല്ല, ഇന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണ്, കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിത് സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ അവർക്ക് നിങ്ങളെ മനസ്സിലാവും, ശരിയാണ് ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല എന്നുള്ള തോന്നൽ അവർക്ക് വരും. അത് കാരണം നമുക്ക് വലിയ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സോ എനിക്ക് പറയാനുള്ളത്, ഇമോഷണലി നിങ്ങൾ വീക്കാണെന്ന് തോന്നുകയാണ്, നിങ്ങൾ ഇമോഷണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതെന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ലൈഫ് എന്ന് പറയുന്നതാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണിത്. ഞാനും ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇമോഷണലി ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതെന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ എക്സസൈസിന് വലിയൊരു റോളുണ്ട് ലൈഫിൽ കേട്ടോ. എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഇങ്ങനെ പറയുന്ന പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഇതിനൊക്കെ ലൈഫിൽ വലിയ റോളുണ്ട്. ഇതിനെക്കുറിച്ചും വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല എക്സസൈസ് ലൈഫിലെ ഒരു പാർട്ടാക്കി മാറ്റാം. ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ അടിപൊളിയാക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്